ഈ NSDL IPO വരുമ്പോൾ NSDL എന്ന് പറയുന്ന കമ്പനി എങ്ങനെയാണ് ഈ ഷെയർസ് വിൽക്കപ്പെടുന്നത്? IPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫർ, പബ്ലിക്കിന് വേണ്ടിയിട്ട് ഷെയർസുകൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. രണ്ട് രീതിയിലാണ് ഷെയർസുകൾ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. ഒരു കേസ് എന്ന് പറയുന്നത് പുതിയ ഷെയർസുകൾ മാർക്കറ്റിലോട്ട് ഒരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഷെയർ മുഖാന്തരം പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്യപ്പെടുന്ന മണി ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്രോസ്പെക്ട്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ NSDL IPO വരുന്നത് ഒരു ന്യൂ ഓഫർ അല്ല, എന്നാൽ ഓഫർ ഫോർ സെയിൽ ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഓഫർ ഫോർ സെയിൽ? ഏകദേശം 20 കോടിയോളം ഉള്ള ഷെയർസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, HDFC ബാങ്ക്, യൂണിയൻ ബാങ്ക്, IDBI ബാങ്ക്, അതുപോലെ തന്നെ SUUTI എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ട്രസ്റ്റ്, ഇവരുടെ കയ്യിലാണ് മെജോറിറ്റി ഓഫ് ദ ഷെയർസ് നിൽക്കുന്നത്. ഏകദേശം 2 രൂപ ഫേസ് വാല്യൂ വരുന്ന NSDL ഷെയർസിന്റെ 20%, അതായത് 5 കോടിയോളമുള്ള ഈ ഷെയർസ് ഈ മേൽ പറഞ്ഞ ഈ എല്ലാ കമ്പനികളിലും കൂടി പബ്ലിക്കിന് സെല്ല് ചെയ്യപ്പെടുന്നു. അതാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. ഈ കമ്പനികളുടെ കയ്യിലുള്ള ഷെയർസ് അവർ പബ്ലിക്കിന് വിൽക്കുന്നു എന്നുള്ളത്. ഓഫ് കോഴ്സ് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും നല്ല ഒരു കമ്പനി എന്തിനാണ് ഓൾറെഡി ഈ ഷെയർസ് ഇവർ വിൽക്കുന്നത് എന്നുള്ളത്. ആ വിൽക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം സെബിയുടെ റെഗുലേഷൻ ആണ്. സെബി നിലനിർത്തിയിട്ടുള്ള മാർക്കറ്റ് റെഗുലേഷൻ പ്രകാരം ഒരു കമ്പനിക്ക് 1% കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള റെഗുലേഷൻ റിക്വയർമെന്റ് ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ കമ്പനികളെല്ലാം കൂടി ചേർന്ന് അവരുടെ 1% ഓഫ് ഷെയർ മാർക്കറ്റ്സിലോട്ട് പബ്ലിക്കിന് വേണ്ടി അത് സെല്ല് ചെയ്യുന്നു. അതുവഴി ആ കമ്പനിയുടെ ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് ഷെയർ ഹോൾഡ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല, കമ്പനികൾ മാത്രമല്ല, പബ്ലിക്കും കൂടി അത് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് സെബി ഇത്തരത്തിലുള്ള ഒരു റെഗുലേഷൻസ് ഏർപ്പെടുത്തിയതും ഇതുവഴി ഓഫർ ഫോർ സെല്ലിന് വേണ്ടിയിട്ട് ഈ ഷെയർസ് നമ്മുടെ മുന്നിലോട്ട് വരുന്നതും.